കഴിഞ്ഞ ക്ലാസ്സിൽ in the last class what we learn about? We learn about say comparing numbers. Then second point, first number is comparing numbers. Then second point, second point, How many can you make? Numbers we can use, we can make. Then third point, ascending order and descending order. Is it Descending order. ascending order and descending order? Then large numbers. അല്ലേ അതല്ലേ ഈ 4 പോയിന്റ് അല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഓർത്തിരിക്കണം. കമ്പയറിംഗ് നമ്പേഴ്സും ഹൗ ക്യാൻ വി മേക്ക് നമ്പർ ഡിജിറ്റ്സും then ascending order and descending order, then large numbers. Today we are going to learn more about how can we read and write large numbers. How can we read and write large numbers? Okay, wait. കഴിഞ്ഞ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്. Okay. Okay. Okay, wait 1 minute. ടീച്ചർ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം നിങ്ങളുടെ മൊബൈലിലെ സ്ക്രീനിലേക്ക് വരും. കണ്ടോ? ഇപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ സ്ക്രീനില് ഒരു ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം, ഇന്ത്യൻ സിസ്റ്റം എന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്ന ഒരു ടീച്ചറെ ഒന്ന് കൈ കാണിച്ചേ. ഓക്കെ, ഗുഡ്. ഹന്ന, ഗ്രേസ്, ഓക്കെ, റെഡി. ലുക്ക് ഹിയർ. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ. ഇത് 5th ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് അല്ലേ? ഇല്ല, ഇത് 6th ക്ലാസ്സിലെ തന്നെയാണ്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ 5th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 5th സ്റ്റാൻഡേർഡിലെ ബുക്കും ടീച്ചർ എടുത്തു വെക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇത് 5th സ്റ്റാൻഡേർഡിലെ അല്ല, നമ്മൾ അതിന്റെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്ന 6th സ്റ്റാൻഡേർഡിൽ തന്നെയാണ്. ഓക്കെ, ലുക്ക് ഹിയർ. ഇവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സിനെ നമ്മൾക്ക് ന്യൂമറൽസ് എന്നും പറയാം. ന്യൂമറൽസ് ആൻഡ് നമ്പർ നെയിം. ഉണ്ടോ? നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകൾ 2,79,453. ഈ സംഖ്യകളെ നമ്മൾക്ക് പെട്ടെന്ന് വായിക്കാൻ, നിങ്ങൾ കുട്ടികളായതുകൊണ്ട് അത് പെട്ടെന്ന് വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഹൗ ക്യാൻ വി റീഡ് ഇറ്റ്? ഇതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഇന്ത്യൻ സിസ്റ്റം ഓഫ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചല്ലേ, ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം പഠിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എളുപ്പമുണ്ട്. ആ ചാർട്ടിലേക്ക് നമ്മൾ ഇത് സംഖ്യകളെ കയറ്റുന്നു. ചാർട്ടിലേക്ക് കൃത്യമായി നമ്മൾ സംഖ്യകളെ കയറ്റി കഴിഞ്ഞു കഴിയുമ്പോൾ, അതായത് എഴുതി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ സംഖ്യകൾ വായിക്കാൻ എളുപ്പമുണ്ട്. There are 2 types of charts. One is Indian system and then another is international place value system. ഇല്ലേ? സോ ഇപ്പോൾ ഇന്ത്യൻ സിസ്റ്റത്തിൽ നോക്കുക, ഇവിടെ ഫസ്റ്റ് ന്യൂമറൽ അല്ലെങ്കിൽ നമ്പർ ഈസ് 2,79,453. Second number is 50,35,472. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമ്പർ നമ്മൾ എങ്ങനെയാണ് പ്ലേസ് വാല്യൂ ചാർട്ടിലേക്ക് എഴുതുക? കണ്ടോ, ഈ കാണുന്ന ചിത്രത്തിൽ നിങ്ങൾ ചിത്രം കാണുന്നില്ലേ? അതില് വൺസിന്റെ പ്ലേസ് ഉണ്ട്, ഓക്കെ, 1ന്റെ പ്ലേസ് ഉണ്ട്, ടെൻസ് ഉണ്ട്. നോട്ട്ബുക്കിലേക്ക് എഴുതണോ? വേണ്ട, നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ആരും നോട്ട് ബുക്കും ടെസ്റ്റ് ഒന്നും എടുക്കണ്ട, ടെക്സ്റ്റ് ബുക്ക് മാത്രം തുറന്നെഴുത്താൽ മതി. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് മാത്രം നിങ്ങളുടെ കയ്യിലിരിക്കുക. വേണമെങ്കിൽ ഒരു പെൻസിലും. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ മൊബൈലിൽ നോക്കിയിരുന്നാൽ മാത്രം മതി. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ടീച്ചർ നോട്ട്സ് ആയിട്ട് തരുന്നുണ്ട്. അന്നേരപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളുടെ യൂട്യൂബ് ലിങ്ക് നിങ്ങൾക്ക് പിന്നീട് അയച്ചു തരുമല്ലോ. ആ ലിങ്കിൽ കയറി
ഓരോ കണക്കും ചെയ്യുമ്പോൾ ആ ലിങ്കിൽ കയറിയ ശേഷം മാത്രം ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞു തരുന്ന ശ്രദ്ധാപൂർവ്വം ഇരിക്കുക. അതിനുശേഷം ഓരോ കണക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ലിങ്കിൽ ക്ലാസ് അയച്ചു തരുന്നുണ്ടല്ലോ, ആ ലിങ്കിൽ കയറി ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഓരോ കണക്കും ചെയ്യാം. അതിന് തട്ടുന്ന രീതിയിലാണ് ടീച്ചർ നോട്ട് സെൻഡ് ചെയ്തു തരുന്നത്. ഓക്കെ, സോ ആദ്യം അതുകൊണ്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ once 2,79,453. അപ്പോൾ once look 3 here. Okay, 1 plus 3, then 5 is 50. It is below 10. Then 100, 400. കണ്ടോ, നമ്മുടെ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിൽ ഉണ്ടോ ഇവിടെ 3 numbers 100, tens and 1000. Here lakh, 10 lakh, then okay. ഒരു മിനിറ്റ് മക്കളെ. Okay, then here in thousands place 9, then 7, then 2. Once again 3 is in ones place, 5 in tens place, 4 in 100 place. Like that 9 in 1000 place, 7 in 10,000 place, 2 in lakhs place. How can we read these numbers? 2 എവിടാ കിടക്കുന്നത്? ലാഖിന്റെ പ്ലേസിലാണ് അല്ലേ? സോ ദാറ്റ് ഈസ് 2,79,453. മനസ്സിലായോ? അതുപോലെ ഈ രണ്ടാമത്തെ സംഖ്യയുടേത് നിങ്ങൾ ഇവിടെ എഴുതണം. 50,35,472. എങ്ങനെയാണത്? 2 here, 7, 4, 5, 3, 0, 5. എന്നിട്ട് അതെങ്ങനെ വായിക്കും നമ്മളിപ്പം? ഇത് രണ്ടും കൂടെ ഒരു ബോക്സിനകത്ത് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 50,35,472. മനസ്സിലായോ? നോക്കെ, അടുത്ത നെക്സ്റ്റ് കുറച്ച് വലിയ സംഖ്യയാണ്, അതുകൊണ്ട് ടീച്ചർ അത് നിങ്ങൾക്ക് വേണ്ടി എഴുതി തന്നിട്ടുണ്ട്. നോക്കാം. 5 ones place, 7 tens place, 3 in hundreds place, then 0, 0, 1000 and 10,000. Like that 7 in lakhs place, 2 in 10 lakhs place, 5 in crores and 1 in 10 crores place. How can we read it? 15 crore 27 lakh, there is no zero, so 375. How? 15 crore 25 lakh 375. മനസ്സിലായല്ലോ? ഇനി ഇതുപോലെ ഈ നാലാമത്തെ സംഖ്യ നിങ്ങൾ ഇവിടെ എഴുതണം. കൂടാതെ ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഈ തന്നിരിക്കുന്ന സംഖ്യകളെ നമ്പർ നെയിമും എക്സ്പാൻഡഡ് ഫോമും നമ്മൾ ചെയ്യണം. എങ്ങനെയാണ് നമ്പർ നെയിം എഴുതുന്നത്? ഇപ്പോൾ നിങ്ങളുടെ പേരെന്താന്ന് വെച്ചാൽ ഇപ്പൊ ശോഭ എന്ന് പറഞ്ഞാൽ എന്റെ സ്പെല്ലിങ്ങിലാണ് നമ്മൾ എഴുതുന്നത് അല്ലെ? പറയുമ്പോ ശോഭ എന്ന് പറയും, പറയുമ്പോ സ്പെല്ലിങ്ങിലാണ് അല്ലെ? SOBHA. ഇതുപോലെ ഈ നമ്പേഴ്സിന്റെ നെയിമും സെയിം തന്നെയാണ്. നമ്മൾ നമ്പർ ആദ്യം എഴുതുന്നു, അതിനുശേഷം കണ്ടോ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നില്ലേ നമ്പർ നെയിം കാണുന്നില്ലേ? Okay, 2,79,453. എങ്ങനെയാണ് വായിക്കുന്നത്? ഫസ്റ്റ് നമ്പർ 2,79,453.
453. അതിന്റെ സ്പെല്ലിംഗിൽ എഴുതണം. അതിനെയാണ് നമ്മൾ നമ്പർ നെയിം എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് നമ്പർ നെയിം? നമ്പർ നെയിം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ സ്പെല്ലിംഗിൽ എഴുതുന്നത്. ഇനി നെക്സ്റ്റ് ഈസ് എക്സ്പാൻഡഡ് ഫോം. വാട്ട് ഈസ് എക്സ്പാൻഡഡ് ഫോം? എക്സ്പാൻഡ് ചെയ്താൽ വികസിപ്പിക്കുക, വലുതാക്കി എഴുതുക. തന്നിരിക്കുന്ന ചെറുതിനെ വലുതാക്കി എഴുതുക. മക്കളെ, നമ്മളെ കടലയൊക്കെ രാവിലെ പിറ്റേ ദിവസം കറി വെക്കണമെങ്കിൽ അമ്മ എന്ത് ചെയ്യും? രാവിലെ എടുത്ത് വെള്ളത്തിലിടും അല്ലെ? അപ്പൊ അത് വെള്ളം കുടിച്ച് നല്ല വികസിച്ചിട്ട് വരും അല്ലെ? ഇതുപോലെ നമ്മുടെ ഈ ന്യൂമറൽസിലെ സംഖ്യകളൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് അവരൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? അവരുടെ പ്ലേസ് വാല്യൂവിനനുസരിച്ച് സീറോസ് ആഡ് ചെയ്തിട്ടാണ്. പ്ലേസ് വാല്യൂവിനനുസരിച്ചിട്ട് സീറോസ് ആഡ് ചെയ്തിട്ടാണ്. സോ ഇൻ ദിസ് കേസ് ലുക്ക്, 2,79,453. 3 is in ones place, so there is no zero. Then 50. ടീച്ചർ നേരത്തെ ഒരു ചാർട്ട് അയച്ചു തന്നിരുന്നില്ലേ? 10, 100, 1000, 10,000 എന്നൊക്കെ അതിനകത്ത് സീറോസ് ആഡ് ചെയ്ത് കാണിച്ചു തന്നിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? ടീച്ചർ, അപ്പൊ അതുപോലെ ആ കണക്കിനാണ് ഇതും പോകുന്നത്. നമ്മൾ വൺസിന് സീറോസ് കൊടുക്കണ്ട. 50, 50 ആണ്. Then 400, 4 is in 100 place, so 400. Then 9,000, 70,000, 2 lakh. ഇനി ചെറിയൊരു എളുപ്പവഴിയുണ്ട് ചെയ്യാന്. എന്താന്ന് വെച്ചാൽ, നമ്മൾ തുടങ്ങുമ്പോൾ എപ്പോഴും ഈ സൈഡിൽ നിന്ന് മാത്രം തുടങ്ങാം. അപ്പോൾ ഇതിന് സീറോ കൊടുക്കണ്ട, വൺസിന് സീറോ കൊടുക്കണ്ട. ഓക്കെ, വൺസിന് സീറോ കൊടുക്കണ്ട. 50 ഒരു സീറോ, നെക്സ്റ്റിന് 2 0, നെക്സ്റ്റ് 3 0, നെക്സ്റ്റ് 4 0, നെക്സ്റ്റ് 5 0. ഇനി ഇൻ കേസ് ചില നമ്പേഴ്സിൽ കണ്ടോ, അടുത്ത സംഖ്യ തേർഡ് വൺ നോക്കിക്കേ, 1000ന്റെ പ്ലേസിൽ 2 സീറോസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടീച്ചർ പറഞ്ഞ ക്രമത്തിൽ സീറോസ് ആഡ് ചെയ്ത് പോകുമ്പോൾ ഈ സീറോസിന്റെ ആവശ്യമില്ല, എഴുതണ്ട. പക്ഷെങ്കിലും തൊട്ടടുത്ത നെക്സ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ നമ്മൾ ഇവരുടെ കൂടെ എണ്ണിയിട്ട് വേണം ഈ 7 കൊടുക്കാൻ വേണ്ടി. പറയുന്നതിൽ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ രണ്ടും തമ്മിലുള്ളത്? ആദ്യം നമ്മൾ 2,79,453 സീറോസ് ഇല്ല, കൃത്യമായിട്ട് ഓരോ എണ്ണം കൂടുതൽ സീറോസ് ഇട്ട് കൊടുത്താൽ മതി. പക്ഷെങ്കിൽ തേർഡ് വണ്ണിനകത്തും 2ലും ഒക്കെ സീറോസ് ഉണ്ട്. നമ്മൾ എക്സ്പാൻഡ് ഫോം എഴുതുമ്പോൾ സീറോ എഴുതണ്ട, പക്ഷെ തൊട്ടടുത്ത നെക്സ്റ്റ് നമ്പർ എഴുതുമ്പോൾ നമ്മൾ ആ സീറോയെ കൂടി കൗണ്ട് ചെയ്യണം. നോക്കാം, ഹിയർ 5, 5, then 7 0 70, 3 0 0 300, then 2 zeros ആണല്ലേ, അത് നമ്മൾ എഴുതണ്ട. പക്ഷെ നെക്സ്റ്റ് നമ്പർ ഈസ് 7. എത്ര സീറോസ് ആഡ് ചെയ്യണമെന്ന് നോക്കണമെങ്കിൽ സീറോ എഴുതുക, അതിനുശേഷം നമ്മൾ കൗണ്ട് ചെയ്യണം. എന്താണ്? സീറോയ്ക്ക് ശേഷമുള്ള ഡിജിറ്റ്സിനെ കൗണ്ട് ചെയ്തിട്ട് അത്രയും സീറോസ് നമ്മൾ കൊടുക്കണം. അതായത് 7, പിന്നെ 1 2 3 4 5, അതായത് 7 5 0. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ശരി, ഗുഡ്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ 2 കാര്യങ്ങൾ ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾക്ക് ഹോംവർക്കും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ തന്നെ നമുക്ക് കോമാസും ഉപയോഗിക്കാൻ പഠിക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? കോമ ഉപയോഗിക്കാൻ പഠിക്കാം. കോമ ഉപയോഗിക്കാൻ പഠിക്കുമ്പോൾ ഓക്കെ, ഉണ്ടോ ഈ പ്ലേസ് വാല്യൂ ചാർട്ടില് ഇത് ഫസ്റ്റ് ബോക്സ് അല്ലെ? സോ ഈ ഫസ്റ്റ് ബോക്സ് കഴിഞ്ഞ് ഇവിടെ കഴിയുമ്പോൾ കോമ ഇടണം. ദെൻ ഇത് സെക്കൻഡ് ബോക്സ് 1000 10,000 ഇവിടെ കോമ ഇടണം. അതിനുശേഷം ദെൻ ലാക്ക് ഇവിടെ കോമ ഇടണം. ദെൻ മനസ്സിലായോ? ഫസ്റ്റ് 3 100 10 and 1s 3. അതിനുശേഷം ഇവിടെ കോമ ചെയ്യണം. ഓക്കെ, അതിനുശേഷം 10,000ഉം 1000ഉം കഴിഞ്ഞ് വരുന്ന ഗ്രൂപ്പിന് മുമ്പിൽ ഇവിടെ കോമ ഇടണം. അതിനുശേഷം 10 ലാക്കും ലാക്കിന് ഇത് കോമ ഇടണം. അതായത് 3 2 2 മെത്തേഡ്. ഫസ്റ്റ് 3 1s 10s 100 കോമ 1000 10,000 കോമ 10 ലാക്ക്
കോമ. ഇനി ക്ലോറ് വരുന്നുണ്ട്, ക്ലോറിന്റെ അതുപോലെ തന്നെ. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ ഇനി നമ്പർ നെയിം ആൻഡ് എക്സ്പാൻഡ് ഫോം പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഇവിടെ കണ്ടോ, ഇന്ത്യൻ സിസ്റ്റം, ഇന്റർനാഷണൽ സിസ്റ്റം. രണ്ട് സൈസുള്ള ഉണ്ട് നമുക്ക്, ഇന്ത്യൻ സിസ്റ്റവും ഇന്റർനാഷണൽ സിസ്റ്റവും. ഇന്ത്യൻ സിസ്റ്റത്തിൽ കോമാസ് ആർ യൂസ്ഡ് ടു മാർക്ക് 1000, lakh and crore. Look here, 5,27,864 ഉണ്ടോ? 3 numbers കഴിഞ്ഞു കോമ, 2 numbers കഴിഞ്ഞു കോമ. But in international system, commas are used to mark thousands and millions. In international system, commas are used to mark thousands and millions. Okay, ഇവിടെ നോക്കുക, ഇതെങ്ങനെയാ വായിക്കുന്നേ? 527,1,864 കണ്ടോ? ഇവിടെ ഈ 3 numbers കഴിഞ്ഞ് കോമ, ഈ 3 numbers കഴിഞ്ഞ് കോമ. ഇതുപോലെ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ നമ്പർ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. നമ്മൾക്ക് ഒരു സംഖ്യ തന്നിട്ടുണ്ടോ? ഈ സംഖ്യ ഇതാണ് ന്യൂമറൽസ്. ഈ ന്യൂമറൽസ് നമ്മൾ ഇവിടെയായിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് വരും. നിങ്ങൾ അതിനെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, 0, 7, 100 കണ്ടോ? ഇതൊരു 3ന്റെ ബോക്സ് ആണ്. വൺസ് ആണ്, അതിനെ നമ്മൾ 3 ആയി ഡിവൈഡ് ചെയ്യുന്നു. ഹൺഡ്രഡ്സ്, ടെൻസ്, വൺസ് ആയിട്ട്. ദെൻ 1000 ഗ്രൂപ്പ് ഓഫ് തൗസൻഡ്സ്. അഗെയിൻ വി ഡിവൈഡ് ഇറ്റ് ഇൻടു 3. 1000, 10,000, 100,000. Then this is millions period. We divide it into 3. That is 1 million, 10 million, 100 million. Okay. അതിനുശേഷം നമ്മൾ കോമ ഇടുമ്പോഴും ഇവിടുന്ന് ഈ ബോക്സ് ഉണ്ടല്ലോ 100, ഈ ബോക്സ്, ആ ബോക്സിന്റെ ഇവിടെയാണ് ഫസ്റ്റ് കോമ, സെക്കൻഡ് ഇവിടെയാണ്, തേർഡ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ 3-3 സിസ്റ്റം ആണ്. അപ്പം ഡിഫറൻസ് കണ്ടുപിടിച്ചോ? മനസ്സിലായോ? ഇന്ത്യൻ സിസ്റ്റത്തില് 3-2-2, ഇന്റർനാഷണൽ സിസ്റ്റത്തില് 3-3. ഓക്കെ, ദെൻ ഈ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹോംവർക്കിനകത്ത് പേജ് നമ്പർ ഇപ്പോൾ നിങ്ങൾ ആരും എടുക്കണ്ട, ടീച്ചർ അതെല്ലാം നോട്ടിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ആരും ഇതാകണ്ട, ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. പേജ് നമ്പർ 11-നകത്തുള്ള കണക്കുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുള്ള സ്പേസ് തന്നിട്ടുണ്ട് നോട്ടില്, അത് ചെയ്യുക. അതിനകത്ത് ഇനി ടീച്ചർ പറയാൻ പോകുന്നത് ട്രൈ ദിസ് ആണ്. പേജ് നമ്പർ 11 എടുത്തേ. ഏഞ്ചലെ, ചായ കുടിച്ചില്ല മോളെ? ഒരു ക്ഷീണമൊക്കെ കാണുന്നേ. ഓക്കെ, പേജ് നമ്പർ 11. ഓക്കെ, then page number 11, try this. Page number 11, try this. You have the following digits. Okay, you try നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും തോന്നുന്നല്ലോ അല്ലേ? You have the following digits 4, 5, 6, 0, 7 and 8. Using them, make 5 numbers, each with 6 digits. Question മനസ്സിലായോ? You have the following digits 4, 5, 6, 0, 7 and 8. Then using them, make 5 numbers, each with 6 digit. Numbers തന്നിട്ടുണ്ട്, അത് വെച്ചിട്ടുള്ള 6 digit numbers ഉണ്ടാക്കണം. കോമ ഇടണം, അസെൻഡിങ് ഓർഡറിൽ എഴുതണം, ഒക്കെ ചെയ്യണം. അതിനുശേഷം 2, 3 ചെയ്യുക. ടീച്ചറുടെ ക്ലാസ്സിൽ കയറിയിട്ട് അത് ചെയ്യുക. ചെയ്ത ശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറെ വിളിക്കുക. പറഞ്ഞാൽ മനസ്സിലായല്ലോ? നിങ്ങൾ ഓരോ കണക്ക് ചെയ്യുമ്പോഴും എന്താ ചെയ്യേണ്ടത്? ഈ നമ്മുടെ യൂട്യൂബിലുള്ള ക്ലാസ്സിന്റെ ലിങ്കിൽ കയറി ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഓരോ കണക്കും ചെയ്യാം. ഇപ്പോൾ ആരും ഒന്നും ചെയ്യാൻ പോയാൽ എല്ലാം കൂടെ മനസ്സിലാവില്ല. കാരണം ടീച്ചർ പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കണം, അതിന്റെ കൂടെ ഇത് കണക്കും ചെയ്യണം. നമുക്ക് സമയം കിട്ടില്ല, നമ്മുടെ ബുക്ക് നമുക്ക് പോർഷൻ തീർക്കണ്ടേ. അതുകൊണ്ടാണ് ടീച്ചർ ഈ മെത്തേഡ് എടുക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്.
Okay, then next page. Wait. Filling the blanks ഉണ്ട്. അതും നിങ്ങൾ ചെയ്യാം. ഇത്രയും ടീച്ചർ തരാൻ കാരണം അതിനകത്ത് ഒരാഴ്ച ഉണ്ടല്ലോ നിങ്ങൾക്ക്, അതുകൊണ്ടാണ്. എന്നാൽ മാത്രമേ പോർഷൻസ് നമുക്ക് തീരുള്ളൂ. അതുകൊണ്ട് ടീച്ചർ കുറച്ച് സ്പീഡിൽ പോവാ. നമ്മൾക്ക് റിവിഷനും വരാം, ക്ലാസ് ടെസ്റ്റും ഒക്കെ നടത്തണം കേട്ടോ. അതുകൊണ്ട് അടുത്ത ഇനിയിപ്പോ നോക്കുക, നിങ്ങളുടെ സ്ക്രീനിലേക്ക് അടുത്ത ചെയ്ത് വരുന്നു. Can you see? നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ചിത്രം വന്ന് കാണുന്നുണ്ടോ? അതുലിന് കാണുന്നില്ല. അതുൽ, now it is okay. ഗ്രേസ് കാണാൻ പറ്റുന്നുണ്ടോ? Yes, good. Look, here is a chart. First one is unit of length. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. ഈ ചാർട്ട് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കും. ഇപ്പൊ ആരും എഴുതണ്ട, ഇതൊക്കെ ടീച്ചർ നോട്ട്സ് തരുന്നുണ്ട് നിങ്ങൾക്ക്. ഇതാരും ഇപ്പോൾ എഴുതാനും പഠിക്കാനൊന്നും പോണ്ട. ക്ലാസ്സിൽ ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് യൂണിറ്റ് ഓഫ് ലെങ്ത്, then unit of weight, then unit of capacity. First one, unit of length. 10 millimeter is equal to 1 centimeter, 100 centimeter is equal to 1 meter, 1000 millimeter is equal to 1 meter, then 1000 meter is equal to 1 kilometer. നിങ്ങൾ ഇത് ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. Then unit of weight. 1000 milligram is equal to 1 gram. 1000 gram is equal to 1 kilogram. Like that. Unit of capacity. Unit of capacity. 1 liter is equal to 1000 ml. Okay. Again, ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കണക്കുകൾ നിങ്ങളുടെ പേജ് നമ്പർ 13 ഓക്കെ. ട്രൈ ദിസ്, പിന്നെ രണ്ടെണ്ണമുണ്ട്, ട്രൈ ദിസ് രണ്ടെണ്ണമുണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കാം. നമ്മളുടെ സമയം കഴിയാനായി, അതുകൊണ്ട് ഇനി ടീച്ചർ ഇതിലേക്ക് പോകുന്നില്ല. അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ, നമുക്ക് അടുത്ത 2:30 ക്ലാസ് ഉണ്ടല്ലോ, അതിന് മുമ്പ് ഇത് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മതി. ആരും നോട്ടിലോട്ടൊന്നും ചെയ്യാൻ പോകണ്ട. ടീച്ചർ നോട്ട് സെൻഡ് ചെയ്ത് തരും, അപ്പോൾ മാത്രം അത് ചെയ്താൽ മതി. ജസ്റ്റ് അതൊന്ന് വായിക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മുമ്പോട്ട് പോവാം കേട്ടോ. അപ്പൊ അറ്റൻഡൻസ് എടുക്കണ്ടേ? ആർക്കെങ്കിലും മനസ്സിലാവാതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയണോ? നമ്മുടെ യൂട്യൂബ് ലിങ്കിൽ കയറിയിട്ട് അത് ടീച്ചറെ ഓരോ കണക്ക് ചെയ്യുമ്പോഴും ഓരോന്നിനും ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ആ ക്ലാസ് പിന്നെ റിപ്പീറ്റ് കേട്ടിട്ട് കണക്ക് ചെയ്യാം. അതുപോലെയുള്ള നോട്ടാ ടീച്ചർ അയച്ചു തരുന്നത്.
ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമുണ്ട് ടീച്ചറോട് ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ട് ടീച്ചറോട് ചോദിച്ചോളാം. ആർക്കും സംശയമൊന്നും ഇല്ലേ? ആർക്കും സംശയമൊന്നും ഇല്ല? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഗുഡ്. ആർക്കും സംശയമൊന്നുമില്ല? വായിച്ചു നോക്കിക്കേ. പറ. ആരാ? ഏഞ്ചൽ. ഏഞ്ചൽ. എന്താ മോളെ? ലാസ്റ്റ് കാണിച്ചില്ലേ മില്ലിഗ്രാംസ് ടു കിലോഗ്രാംസ് അതൊക്കെ, അതെനിക്ക് മനസ്സിലായില്ല. മില്ലിഗ്രാമിൻ്റെത് പാഠപുസ്തകത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ തരുമ്പോ എങ്ങനെ ആയിരിക്കും? മില്ലിഗ്രാമിൽ ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് അത് എത്ര അതിനെ നമ്മള് യൂണിറ്റ് മാറ്റേണ്ടി വരും. മില്ലിഗ്രാമിലെ ഗ്രാം കിലോഗ്രാം ആയിട്ടൊക്കെ മാറ്റേണ്ടി വരും. നമ്മള് എത്ര മില്ലിഗ്രാം ആണ് ഒരു ഗ്രാം എന്നും എത്ര ഗ്രാം ആണ് ഒരു കിലോഗ്രാം എന്നും പഠിച്ചിരിക്കണം. ക്വസ്റ്റിനകത്ത് വന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന മില്ലിഗ്രാം, മെഡിസിൻ്റെ ഒക്കെ വെയിറ്റ് നമുക്ക് തന്നിരിക്കുന്ന മില്ലിഗ്രാമിനാണ്. ഓക്കെ, അപ്പോൾ ഇനി കാരണം നിങ്ങൾക്ക് ഇനി ടീച്ചർ അടുത്ത ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. അപ്പോൾ ക്വസ്റ്റ്യൻസ് അത് പറഞ്ഞു തരും എങ്ങനെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് മനസ്സിലാകും ആ ടേബിൾ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് തരുമ്പോൾ മില്ലിഗ്രാമിലൊക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ അത് ഗ്രാമിലോ കിലോഗ്രാമിലോ ആയിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ മില്ലി ലിറ്ററിലായിരിക്കും തന്നിരിക്കുക, അന്നേരം ഉത്തരം കണ്ടുപിടിക്കേണ്ടത് ലിറ്ററിലായിരിക്കും. അതുകൊണ്ടാണ് കൺവേർഷൻ പഠിക്കണമെന്ന് ടീച്ചർ പറഞ്ഞത്. അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ടീച്ചർ തരുമ്പോൾ മക്കൾക്ക് മനസ്സിലാവും. ഇനി എന്താ സംശയം? ആരാണ്? എഡ്വിൻ ഉണ്ടോ? എഡ്വിൻ സംശയമില്ല. ഹന്ന റോസിനോ? ഇല്ല. ദെൻ ഗ്രേസ്. അതുപോലെ ടീച്ചർ പറഞ്ഞിട്ട് പാഠപുസ്തകം വായിച്ചിട്ട് ക്ലാസ്സിൽ കയറി എത്ര പേരുണ്ട്? കുറച്ചു പേര് ഇനിയുണ്ടല്ലോ. ആവണിയുടെ ടീച്ചർക്ക് ഇരുട്ടായിട്ടാ കാണുന്നത് കേട്ടോ. പ്രകാശം മോടെ മുഖം ക്ലിയർ അല്ല. മോനാണ് ആവണി സന്തോഷ്. മോനല്ലേ? ഓക്കെ, അതാ പേര് കയറി. ഓക്കെ, ആദിത്യൻ എന്ത് പറയുന്നു? ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ട് എനിക്ക് അയച്ചു തരാത്തത് സായി കൃഷ്ണ തന്നു. ഗ്രേസ്, ക്യാൻ യു ഹിയർ മീ? ഓക്കെ, അപ്പോൾ ടീച്ചർക്ക് നോട്ട് അയച്ചു തന്നായിരുന്നോ? കേൾക്കത്തില്ല, ഫോൺ അടിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ഞാൻ എഴുതിയായിരുന്നു, അയക്കാൻ മറന്നുപോയതാ. ക്ലാസ് കഴിഞ്ഞോട്ട്. ഓക്കെ, ഇന്ന് അയച്ചിട്ട് എനിക്ക് കാര്യമില്ല, ടീച്ചർ നാളെ. അപ്പോൾ ടീച്ചർ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു കാര്യം ടീച്ചർ പറയാം. ടീച്ചർ തന്നിരിക്കുന്ന ഇനി നെക്സ്റ്റ് വെനസ്ഡേ അല്ലേ നമുക്ക് കണക്കിന്റെ ക്ലാസ് വരുന്നുള്ളൂ. അപ്പോഴേക്ക് നിങ്ങൾ ആദ്യം വെള്ളിയാഴ്ച 5 പേര് ടീച്ചർക്ക് നോട്ട് അയച്ചു തരിക. ശനിയാഴ്ച 5 പേര്, ഞായർ, തിങ്കളാഴ്ച അങ്ങനെ കൂടി 5 പേര്. അപ്പോൾ 15 പേരുടെ നോട്ടാവും. എല്ലാവരും ഒന്നിച്ചു വന്ന ടീച്ചർക്ക് ബുദ്ധിമുട്ട്. നിങ്ങൾക്കും വേറെ സബ്ജക്റ്റുകളൊക്കെ ചെയ്യാനുണ്ടാവില്ലേ? അപ്പോൾ ആദ്യത്തെ 5 പേര് ഞാൻ പേര് പറയാം. ആരൊക്കെയാണ്? ആദിത്യൻ, ഏബൽ ബിനോയി, ഏഞ്ചൽ, അതുൽ, എഡ്വിൻ തോമസ്. ഇവരൊക്കെ എനിക്ക് വെള്ളിയാഴ്ച വൈകുന്നേരമാകുമ്പോൾ നോട്ട് അയച്ചു തരണം. ഇന്നിപ്പം ബുധൻ, വ്യാഴം, വെള്ളി സമയമുണ്ട്, കുറച്ച് കണക്കേറെ ഉണ്ട് ചെയ്യാൻ. എന്നാലും നമ്മുടെ പാഠം തീരത്തുള്ളൂ. എന്നാലും വെള്ളിയാഴ്ച വൈകുന്നേരത്തേക്ക് അയച്ചു തരാൻ പറ്റത്തില്ലേ? ആരൊക്കെയാണ്? ആദിത്യൻ, ഏബൽ, ഏഞ്ചൽ, അതുൽ, എഡ്വിൻ. കേട്ടോ? ശനിയാഴ്ച തരേണ്ടത് ഗ്രേസ്, ഹന റോസ്, ജോസി ജോസഫ്, ലക്ഷ്മി പ്രിയ, റുവൈസ്, മുഹമ്മദ് റുവൈസ്. നിങ്ങളൊക്കെ ശനിയാഴ്ച ടീച്ചർക്ക് അയച്ചു തരണം. ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴത്തേന്, ഉച്ച കഴിഞ്ഞ ശേഷം. അപ്പോഴത്തേക്ക് ടീച്ചർ മറ്റുള്ള 5 കുട്ടികളെ നോക്കിയിട്ടുണ്ടാവും. അതിനുശേഷം വരുന്ന കുട്ടികള് മുഹമ്മദ് കെ, റിഹാൻ MC, സായി കൃഷ്ണ, ഷഹാന ഷെറിൻ, ഷിയ ഫാത്തിമ. ഇത്രയും 5 പേര്
ഞായറാഴ്ച, വെള്ളി, ശനി, ഞായർ, ഞായറാഴ്ച വൈകുന്നേരം. ഇനിയിപ്പോ അങ്ങനെ അയക്കാൻ പറ്റിയില്ല എന്നോർത്തിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ എക്സ്ക്യൂസ് തരാം. നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആവുന്നെങ്കിൽ അന്നേരം അയക്കാം. പക്ഷെ നിങ്ങളുടെ സമയത്ത് ചെയ്യുന്നതായിരിക്കും ടീച്ചർക്കും സൗകര്യം, നിങ്ങൾക്ക് സൗകര്യം. കാരണം നിങ്ങൾക്ക് വേറെ വിഷയങ്ങളും പഠിക്കാനില്ലേ. ബുദ്ധിമുട്ടുണ്ടോ ഈ പറഞ്ഞതില്? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഗുഡ്. നമ്മളൊരു കൃത്യം ടൈം പീരീഡ് വെച്ച് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിലാണ് കാര്യങ്ങൾ നടന്നു പോവുക. ഓക്കെ. അപ്പോൾ ടീച്ചർ ഇടയ്ക്ക് നിങ്ങളെ വിളിക്കും, നോട്ടൊക്കെ കാണിക്കാൻ പറയും വാട്സപ്പിലൂടെ. ഓക്കെ, അപ്പൊ കാണിക്കാൻ തയ്യാറായിരിക്കണം. റെഡിയാണോ? കണക്ക് നല്ല എളുപ്പമില്ലേ? കണക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. നല്ലോണം ടെക്സ്റ്റ് നല്ലോണം വായിക്കണം. വായിച്ചാൽ മക്കൾക്ക് മനസ്സിലാവും. എന്നിട്ട് അതിനുശേഷം ആ നോട്ടും പിന്നെ പഠിക്കാന്ന് ചോർത്ത് കൂട്ടി വെക്കരുത്. നിങ്ങൾ 6th സ്റ്റാൻഡേർഡിലാണല്ലോ. ഓക്കെ, അതുകൊണ്ട് കൂട്ടി വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. ഇനി സംശയമൊന്നും ഇല്ല ആർക്കും? ഇല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന പാഠഭാഗം നിങ്ങളൊന്ന് നോക്കി വെച്ചോളാം. ആ ബസ് ജേണിയാണ്. ഓക്കെ, എ ബസ് സ്റ്റാർട്ടഡ് ഇറ്റ്സ് ജേർണി ആൻഡ് റീച്ച്ഡ് ഡിഫറെന്റ് പ്ലേസസ് വിത്ത് സ്പീഡ് ഓഫ് 60 km/h. ദ ജേർണി ഷോൺ ഓൺ പേജ് 14. അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് വായിച്ച ശേഷം അടുത്ത 2:30 ക്ലാസ്സിൽ കയറുക. അടുത്ത 2:30 ക്ലാസ്സിൽ കയറുക.